വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വന്നിരുന്ന ജലയാനം 16, 17, 18, 19, 20 എന്നീ ഘട്ടങ്ങളുടെ നീന്തൽ പരിശീലനം 2025 ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ നടക്കുന്ന വിവിധ ഘട്ടങ്ങളായി നടന്ന ജലയാനം ശ്രീ കേരളവർമ്മ വായനശാലയിൽ സംഗമമായി. ബഹുമാനപ്പെട്ട MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജലയാനം വളരെ ഗംഭീരമായ ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് സുഭാഷ് ചേട്ടൻ ഇതിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ആലോചനകൾ ഉൾപ്പെടെ MLA ആവുന്നതിന് മുമ്പും MLA ആയതിനു ശേഷവും നടത്തുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായും അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് വളരെ ഗംഭീരമാണ്. എനിക്ക് വളരെ ആവേശം തോന്നിയ അനുഭവം എന്താ വെച്ചാൽ, തുടർച്ചയായി ജലയാനത്തിലൂടെ നീന്തൽ പഠിച്ച കുട്ടികളിൽ നിന്നാണ് A+ നേടിയ കുട്ടികളെ ഇപ്പം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു തുടർച്ചയാണ്. രക്ഷിതാക്കളും കുട്ടികളും പഠിപ്പിക്കുന്നവരും പഠിപ്പിക്കാൻ നേതൃത്വം നൽകുന്നവരും ഒരു കുടുംബം പോലെ സഞ്ചരിക്കുന്ന ജലയാനത്തിൻ്റെ പ്രവൃത്തി കൂടുതൽ ശക്തമായി കുട്ടികളിലേക്ക് എത്തട്ടെ. തീർച്ചയായും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയ നടപടിയാണ്. നമുക്കറിയാം, നമ്മൾ തുടർന്നുള്ള കാലഘട്ടങ്ങളിലെ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ തീർച്ചയായും ഈ പ്രവർത്തനം കൊണ്ട് ഉതകട്ടെ. സുഭാഷ് ചേട്ടൻ്റെയും നമ്മുടെ സെൻട്രൽ ലയൺസ് ക്ലബിൻ്റെയും പ്രവർത്തകർ എന്താ പറയുക, നന്നായി പ്രവർത്തിക്കുന്നവരാണ്. അതിൽ സുഭാഷ് ചേട്ടന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, 2, 3, 4 സംഘടനകളുടെ പ്രവർത്തനം ഒരേ സമയം കയ്യിലുണ്ടെങ്കിലേ അദ്ദേഹത്തിന് ഉറക്കം വരും. ടെൻഷൻ ഉണ്ടാവുമ്പോൾ മാത്രം ഉറക്കം വരുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ മൺസൂൺ കാലത്ത് ടെൻഷൻ ഞങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കാറുണ്ട്. അത് രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കേണ്ട, ഫിലി ഫെസ്റ്റിവൽ നമുക്ക് നടത്തേണ്ടി വരും എന്ന് സുഭാഷിനോട് പറയുകയാണ്. എല്ലാവർക്കും നന്ദി, ഒപ്പം സന്തോഷം. ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ K മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യ അതിഥിയായി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പങ്കെടുത്ത് പ്രസംഗിച്ചു. നീന്തൽ പരിശീലനം നടത്തി നല്ല സ്വിമ്മറാക്കി നമ്മുടെ പ്രദേശത്ത് ഇങ്ങനൊരു പ്രോജക്റ്റ് നടപ്പിലാക്കാനും അതുവഴി കൂടുതൽ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ആകർഷിക്കാനും കഴിയാവുന്ന രീതിയിലുള്ള ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത് വടക്കാഞ്ചേരിയിൽ ആദ്യമായിട്ടാണ്. ഇതൊരു ജീവൻ പ്രശ്നം കൂടിയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 2018 മഹാപ്രളയം, ആ മഹാപ്രളയത്തിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരി വലിയ ഒരു വേദന, ഒരു ദുഃഖഭാരവുമായിട്ടാണ് വടക്കാഞ്ചേരി നഗരസഭ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുറാഞ്ചേരിയിലെ 19 പേർ, അന്നത്തെ മഹാമാരിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് നമ്മുടെ നഗരസഭയിൽ വെച്ചാണ്. കുറാഞ്ചേരിയിലെ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായി 19 പേരാണ് ആ പ്രദേശത്ത് താമസിച്ചിരുന്ന. ഒരാപത്ത് വരുമ്പോൾ, ഒരു മഹാപ്രളയം വരുമ്പോൾ അതിന് പ്രായമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നും ഇല്ല. അപ്പോൾ ആപത്തിനെ ചെറുക്കാൻ കഴിയാവുന്ന രീതിയിൽ, ആപത്തിനെ പ്രതിരോധിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു ആവരണം പോലെയാണ് ഈ നീന്തൽ പരിശീലനം ഇവിടെ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. സ്വാഗതം ലയൺ ഡയറക്ടറായ രഞ്ജിത്ത് K രാജനും നന്ദി ലയൺ ഡയറക്ടറായ KV വത്സലകുമാറും രേഖപ്പെടുത്തി. ആശംസ പ്രാസംഗികരായി KU പ്രദീപ്, PN ഗോകുലൻ, ജലയാനം സംഘാടക സമിതി ചെയർമാൻ KC ശ്രീവത്സൻ, തൃശൂർ തമ്പുരാൻസ് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് KK വിദ്യാധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ലയൺ KP രാജീവ് ചൊല്ലിക്കൊടുത്തു. 5 വർഷക്കാലം നീന്തൽ പരിശീലന രംഗത്ത് സെൻട്രൽ ലയൺസ് ക്ലബിന്റെ ജലയാനം പദ്ധതിയിൽ 600-ൽ പരം സ്ത്രീ പുരുഷ ഭേദമന്യേ വിദ്യാർത്ഥികളടക്കം നീന്തൽ അഭ്യസിപ്പിച്ചു കഴിഞ്ഞു. ജലയാനം തൃശൂർ ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് MV ജയപ്രകാശിനെ പൊന്നാടയും മെമന്റോയും നൽകി ആദരിച്ചു. 2025 +2-വിൽ ഫുൾ A+ നേടിയ PS കൃഷ്ണപ്രസാദ്, MJ ജോമറിയ, PM സൂരജ് എന്നിവരെയും SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഹൻസ നൌഷാദ്, ഹഫ്സ നൌഷാദ്, KJ മിലൻ രാജ്, NG ഭരത് പ്രവീൺ, ആൻമേരി ഷാജു എന്നിവരെയും സംസ്ഥാന തലത്തിൽ ബാക്ക് സ്ട്രോക്ക് സബ് ജൂനിയർ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്ത ബദ്രിനാഥ് ബോസ്, 2025 ജലയാനത്തിൽ നീന്തൽ റാണികളായി തിരഞ്ഞെടുത്ത ഫാത്തിമ ഷസ്മിൻ, അഞ്ജിത സജി, 500-ാമതായി ജലയാനത്തിൽ പ്രവേശിച്ച ആമിന ആസിൻ, കഴിഞ്ഞ വർഷവും ഈ വർഷവും ജലയാനത്തിനു വേണ്ടി ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത ഭാഗ്യശ്രീ നായിഡു എന്നിവരെയും മെമന്റോ നൽകി ആദരിച്ചു.
ജലയാന വളണ്ടിയർമാർക്ക് മെമന്റോയും ക്യാഷ് പ്രൈസും നൽകി ആദരിച്ചു.